ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ഭാഗ്യത്തിൽ അത് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ എഴുതപ്പെട്ട കാര്യമാണ്. ആ സമയമാകുമ്പോൾ നടക്കുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും ഇന്ന കാര്യം നടക്കുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. സഡനായിട്ട് ആ കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്ന് ഒരു മിറാക്കിൾ പോലെ തോന്നും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ കാര്യം വേറെ രൂപത്തിലായിരിക്കും വരുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് ഒരു രൂപത്തിൽ ആ ഒരു കാര്യം ആകുന്നു. അപ്പോൾ നമുക്ക് വിചാരിക്കും, ദൈവമേ, ഞാൻ ഇങ്ങനെയല്ലല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇത് ഇത്തിരി കൂടെ നല്ലതായല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ രീതിയിൽ ഒരു കാര്യം നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം നല്ലതായിട്ട് ആ ഒരു കാര്യം മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട്. അതായത് ഈ ഒരു കാര്യം നടന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത്. അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. കാരണം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കുന്നതിനപ്പുറം കിട്ടണമെന്നാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബ്രൗൺ കളർ ഡോഗിയെ കാണാൻ സാധിക്കും. ബ്രൗൺ കളർ ഡോഗി കാണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു ബ്രൗൺ കളർ ഡോഗിയുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത എന്തോ നല്ല കർമ്മം ഈ ഒരു സമയം മിറാക്കിളിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുകയാണ്. ഇവിടെ ഈശ്വരൻ പറയുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ കർമ്മം മോശമാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മോശം അനുഭവമായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് അടുത്ത നിമിഷം നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ കർമ്മം എന്താണ് എന്നുള്ളത്. നല്ല കർമ്മമാണ് ചെയ്തത്, നല്ലത് നടക്കും. മോശം കർമ്മം ചെയ്തെങ്കിൽ മോശം നടക്കും. ഇവിടെ നിങ്ങളെല്ലാവരും നല്ല കർമ്മമാണ് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നല്ലതേ നടക്കത്തുള്ളൂ. കാരണം നിങ്ങളെല്ലാം എന്നെപ്പോലെ ചിന്തിക്കുന്ന നല്ല ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇവിടെ കരിയറിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും നല്ലത് സംഭവിക്കാൻ പോകുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് കരിയറിൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കരിയറിൽ നിങ്ങൾക്ക് പോലും ഒരു അത്ഭുതം തോന്നും, ദൈവമേ, ഞാൻ ഇത്രയ്ക്ക് നല്ലതായിട്ടാണോ എൻ്റെ കരിയറിൽ ഇങ്ങനെ ചെയ്തത്, നല്ല ഒരു ഗ്രോത്ത് എൻ്റെ കരിയറിൽ ഉണ്ടാവുന്നല്ലോ. ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് ലാഭം നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ദൈവമേ, ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ലാഭം എനിക്ക് കിട്ടിയല്ലോ എന്ന്. ക്യാഷിൻ്റെ ആ ഒരു ഹെൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ലോണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലോൺ നിങ്ങൾക്ക് അപ്രൂവൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ജോലി കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു ബിസിനസ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിട്ട് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ടും റീഡിങ്ങിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ആ ഒരു മെസ്സേജാണ് കൂടുതലായിട്ടും വരുന്നത്. കാരണം നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നത് കൊണ്ടാണ് ആ മെസ്സേജ് വീണ്ടും വീണ്ടും വരുന്നത്. പിന്നെ ഇന്നലെ എൻ്റെ ആ ഒരു സൗണ്ട് വളരെ വളരെ മോശമായിരുന്നു. എന്നിട്ട് ഞാൻ റീഡിങ് ചെയ്തത്, എനിക്ക് നിങ്ങൾക്ക് ഒരു റീഡിങ് തന്നില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് സുഖമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീഡിങ് തരണം എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇന്നും അതേപോലെ റെസ്റ്റ് എടുക്കാൻ മനസ്സ് വരുന്നില്ല, നിങ്ങൾക്ക് റീഡിങ് തരണമെന്നോ തോന്നൽ വന്നുകൊണ്ടിരുന്നു. അതാണ് ഞാൻ റീഡിങ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങളുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ. അപ്പോൾ നിങ്ങളെ ഞാൻ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ എൻ്റെ ആ ഒരു റീഡിങ്ങിന് എന്തുമാത്രം പ്രാധാന്യം തരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. ഇവിടെ കൂടുതലായിട്ടും ക്യാഷിൻ്റെ ആ ഒരു സ്രോതസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്യാഷ് വരുന്നതായിട്ട് അങ്ങനൊരു മെസ്സേജാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് ആഗമനം ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ റീഡിങ്ങിൽ ഒരു കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു, ഒരാൾക്ക് 10 രൂപ കളഞ്ഞ് കിട്ടിയതായിട്ട്. ഞാൻ ഇതിന് മുമ്പേ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്യാഷ് കളഞ്ഞ് കിട്ടുമെന്ന്. അത് 1 രൂപ ആയാലും നിങ്ങളത് സൂക്ഷിച്ച് വയ്ക്കണമെന്ന്. അപ്പോൾ ആർക്കൊക്കെ ക്യാഷ് കളഞ്ഞിട്ടിട്ടുണ്ടോ അത് പറയണം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. കാരണം നിങ്ങളുടെ ലൈഫിൽ ലക്ഷ്മി ദേവിയുടെ ആഗമനം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ക്യാഷ് തറയിൽ കിടക്കുന്ന കാണാൻ സാധിക്കുന്നത്. നിങ്ങളത് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് നിങ്ങൾ കിട്ടുന്ന പൈസ ദയവേത്
അത് ആ കാണിക്ക വഞ്ചിയിലിട്ടാൽ മതി. ലക്ഷ്മി ദേവി വളരെ സമൃദ്ധിയോടു കൂടിയാണ് നിങ്ങളുടെ ലൈഫിൽ ആഗമനം ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ സമൃദ്ധിയോട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം അത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബലം ശാന്തി സമാധാനത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവത്തില്ല. നിങ്ങളുടെ കാലെപ്പോഴും തറയിൽ തന്നെയായിരിക്കും. അതായത് ഗ്രൗണ്ട് ടു എർത്തായിട്ട് അഹങ്കാരമോ ഒന്നും ഉണ്ടാവത്തില്ല. കാരണം അത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അഹങ്കാരമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് വന്ന് ആരെങ്കിലും ചായ കുടിച്ചില്ല എന്ന് പറയുന്നെങ്കിൽ ആ 10 രൂപ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആളാണ്. കാരണം അത്രത്തോളം മറ്റുള്ളവരുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ ഈശ്വരൻ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് കാണാതിരിക്കുമോ? ഇവിടെ നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് റീഡിങ്ങിൽ പറയുന്നത്. നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ ലീഡ് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഒരാളുടെ അണ്ടറിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളല്ല. നിങ്ങൾക്ക് അതിഷ്ടവുമല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു സമയം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടാവത്തില്ല. നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം ജോലി ലഭിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പായിരിക്കത്തില്ല. ചിലപ്പോൾ ചില ആൾക്കാർ ക്ലാസ്സിൽ ടോപ്പായിരിക്കും, എന്നിട്ടും ഗവൺമെൻറ് ജോലി ലഭിച്ചിട്ടുണ്ടാവത്തില്ല. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി, നിങ്ങൾ മാത്രം ഒരു സൈഡിലായി പോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈശ്വരൻ പറയുന്നത് ക്ലൈമാക്സ് ഇനിയും ബാക്കിയുണ്ട് എന്നാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങളുടെ അണ്ടറിൽ ആൾക്കാർ വർക്ക് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു തോന്നൽ വരുന്നുണ്ടാകും, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള. അതായത് നിങ്ങളുടെ ജോലിയുടെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെ ആവണം. വേറൊരാളുടെ അണ്ടറിൽ ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരിക്കലും അഹങ്കാരമായിട്ടുള്ള കാര്യമല്ല. അതായത് എപ്പോഴും എല്ലാവരും ഒരേ ഡയറക്ഷനല്ലേ പോകുന്നത്. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ജീവിതത്തിൽ, ഒത്തിരി ആൾക്കാരെ സഹായിക്കണം, അങ്ങനെയൊക്കെ NGOയിൽ വർക്ക് ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കുന്ന, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം, പാവപ്പെട്ടവർക്ക്, പൈസ ഇല്ലാത്തവർക്ക്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് കേതുവിൻ്റെ ആ ഒരു എനർജിയാണ്. അതായത് നിങ്ങളെ സ്പിരിച്വലായിട്ട് കൂടുതലായിട്ട് അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ദൈവം തന്നെ ഒരു ഐഡിയ കാണിച്ചു തരും. ആ ഒരു ഐഡിയയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും. ആ സക്സസ് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ക്യാഷ് സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനും സാധിക്കും. കാരണം നിങ്ങൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്നാണ്. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആ ഒരു തോട്ട്സ് ഈശ്വരൻ ഉറപ്പായിട്ടും സക്സസ് ആക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെയുള്ളവർ കൂടുതലും കുറവാണ് സമൂഹത്തിൽ. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കടമയാണ് അത് എന്നാണ് കാണുന്നത്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും നോട്ടീസ് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു ദേഷ്യം പതുക്കെ പതുക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് സ്വയം നിങ്ങളിലൊരു ശാന്തി, ഒരു പീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുന്നേക്ക് നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ദേഷ്യവും പെട്ടെന്നായിരിക്കും റിയാക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഇനി അങ്ങനെ ദേഷ്യവും റിയാക്ഷനും അങ്ങനെ ഉണ്ടാവത്തില്ല മുന്നത്തെ പോലെ. നിങ്ങൾക്ക് തന്നെ ചില സമയം തോന്നും എൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ എവിടെ പോയി എന്ന്. ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതായത് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം പഠിക്കാൻ സാധിച്ചു. ഇങ്ങനൊരു പാഠം നിങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ ഏത് വ്യക്തിയുടെ കൂടെയും ഡീൽ ചെയ്യാനുള്ള ഒരു ക്ഷമത നിങ്ങൾക്കുണ്ടായി. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ ആ ഒരു ഗുഡായിട്ടുള്ള ആ ഒരു സംസാര രീതിയാണ്. അവർക്ക് എല്ലാവരോടും ഡീൽ ചെയ്യാൻ പറ്റണം. ഏത് മോശം വ്യക്തിയായാലും ഏത് നല്ല വ്യക്തിയായാലും എല്ലാവരോടും നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റണം. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എല്ലാവരെയും. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു നല്ല ക്വാളിറ്റി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉപയോഗപ്രദമാകുന്നതാണ്.
ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ജോബ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹസികത ഉണ്ടാകും. എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്നുള്ള സാഹസികത. അങ്ങനെ നിങ്ങൾ എന്തോ ഒരു വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ആരൊക്കെയാണോ ബിസിനസ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നത്, അവരുടെ ഭാഗ്യം അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന ഒരു യോഗമാണ് ഉള്ളത്. ഉറപ്പായിട്ടും ക്യാഷിൻ്റെ ആ ഒരു ലാഭം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരികെ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഏതെങ്കിലും വസ്തു നിങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പൈസയുടെ ലാഭം. ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള പല പദ്ധതികളും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് പോകെ പോകെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പാഷനേറ്റീവ് എനർജിയോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു ടവർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ വിഷമദായകമായിട്ടുള്ള ടവർ മൂവ്മെൻ്റ് ആയിരുന്നു. ഒത്തിരി വിഷമങ്ങളും വേദനകളും തന്ന ടവർ മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഇവിടെ ഇനി നിങ്ങൾ ലൈഫിൽ എന്തൊക്കെയാണോ അനുഭവിക്കാൻ പോകുന്നത്, ഓരോ നിമിഷവും നിങ്ങൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റിന് നന്ദി പറയും. കാരണം അന്ന് അങ്ങനെ ഒരു ടവർ മൂവ്മെൻറ്റ് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് ഇത്രയും നല്ല സുഖം ലഭിക്കുന്നത് എന്ന്. അത്രമാത്രം നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടവർ മൂവ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ടവർ മൂവ്മെൻറ്റിനെ പോലും നന്ദിയോട് പറയുന്നത്. അതായത് നിങ്ങളെ ഒരു ചേഞ്ചിൽ കൊണ്ടുവരണമായിരുന്നിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന് ഇങ്ങനൊരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തരണമായിരുന്നു. അതിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനൊരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായ ആ ഒരു ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പോകെ പോകെ നിങ്ങൾ ആ ഒരു ചേഞ്ചസിനെല്ലാം അക്സെപ്റ്റ് ചെയ്തു. കാരണം വേറെ ഓപ്ഷൻ ഇല്ല, ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങളും നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു തീവ്രമായിട്ട്. അതേപോലെ പ്രകൃതിയും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുമ്പോൾ 1111ൻ്റെ എനർജി അല്ലെങ്കിൽ 1111ൻ്റെ ആ ഒരു എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 നമ്പർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. 1-ാം തീയതി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 1-ാം തീയതി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജോലി നല്ലതായിട്ട് പോകുമില്ലെങ്കിൽ 1-ാം തീയതി നിങ്ങളുടെ വീട്ടിലെ ആ ഒരു സാഹചര്യം വളരെ നല്ലതാവുന്നതായിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം 1-ാം തീയതി നിങ്ങൾക്ക് സംഭവിക്കും. 1-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെ നിങ്ങളുടെ ലൈഫ് ഈ ഒരു ദിവസം വളരെ ശുഭദായകമായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. 10-ാം തീയതി, 28-ാം തീയതി, 1-ാം തീയതി, 11-ാം തീയതി, 9-ാം തീയതി, 8-ാം തീയതി ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ ഇനി അടുത്ത മാസം വരുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യണം. കാരണം ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ ജോലി നല്ലതായിട്ട് പോകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം നിങ്ങളെ തേടി വരും. ചിലപ്പോൾ ഒരു ട്രാവലായിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത്. ആ ഒരു ട്രാവൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ ജനുവരിക്ക് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ. അതായത് ജനുവരി തൊട്ട് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ തീയതികളിൽ 1 തൊട്ട് 11 വരെയുള്ള തീയതി അല്ലെങ്കിൽ 28-ാം തീയതി എന്തെങ്കിലും നല്ല ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകത്തിൻ്റെ സോഴ്സ്, വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടാവുക, ട്രാവൽ ഉണ്ടാവുക, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇതുവരെയും സംഭവിക്കാത്ത ആൾക്കാർക്ക് മാർച്ചിന് ശേഷം ഇനി അങ്ങോട്ട് സംഭവിക്കുന്നതാണ്. മാർച്ച് വരെയുള്ള ആ ഒരു മന്ത് കുറച്ചൊരു അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാർച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം 4-4ൻ്റെ ആ ഒരു എനർജി, അതായത് ഏപ്രിൽ മന്ത് നിങ്ങളുടെ സംഘർഷങ്ങളെ അവസാനിപ്പിക്കുന്ന മന്തായിരിക്കും. കാരണം ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങളുടെ ഇമോഷൻസ് ഫുൾഫിൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സഡനായിട്ട് വലിയ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഏപ്രിൽ മന്ത് ഉണ്ടാവുന്നതാണ്.
അതായത് എപ്പോഴെങ്കിലും വീട്ടിൽ കുടുംബത്തോടെ നല്ല ഒരു സെലിബ്രേഷൻ ഉണ്ടാവുക, വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കൊച്ചു കൊച്ചു സെലിബ്രേഷൻസ് ഉണ്ടാകും. മുന്നേയൊന്നും അങ്ങനെ ചെയ്യത്തില്ല എന്നാണ്, പക്ഷേ ഏപ്രിൽ മന്ത് സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട്, എന്തെങ്കിലും കാര്യം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കുന്നതായിട്ട്, അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ അത് റിലേറ്റഡ് ആയിട്ട് സെലിബ്രേഷൻ ഉണ്ടാവുക. എന്തായാലും ചെറിയതായിട്ട് ആണെങ്കിലും ഒരു സെലിബ്രേഷൻ ഏപ്രിൽ മന്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാ നല്ല ആ ഒരു വിശേഷ ദിവസവും നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വിഷു ആയിക്കൊള്ളട്ടെ, ഈസ്റ്റർ ആയിക്കൊള്ളട്ടെ, റംസാൻ ആയിക്കൊള്ളട്ടെ, ഈദുൽ ഫിത്തർ ആയിക്കോട്ടെ, എന്തായിക്കൊള്ളട്ടെ, എല്ലാം ആഘോഷവും നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കും. ഇവിടെ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ ആ ഒരു ആഗ്രഹം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തെത്തുമെന്നാണ്. അപ്പോൾ അതേപോലെ ചെയ്യൂ നിങ്ങൾ. ഇപ്പോഴത്തെ സമയം ഇങ്ങനെയാണ്, ചെറിയ രീതിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലും നടക്കുന്ന സമയം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നം എന്താണോ ആ ഒരു പ്രശ്നം വച്ച് നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്ക് ഈ ഒരു പ്രശ്നം ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള തോന്നൽ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫേവറായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് എന്ത് കാര്യമാണ് ഹാൻഡിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നുന്നത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നം ലീഗൽ ഇഷ്യൂ വരെ ആയിക്കൊള്ളട്ടെ, അതുപോലും നിങ്ങളുടെ ഫേവറായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും മോശ ആരോപണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലും ആ ഒരു ആരോപണം മാറി നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എവിടെയാണോ കാര്യങ്ങൾ നേരെയാകത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ കാര്യങ്ങൾ നേരെയാവുകയും നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ അത്രമാത്രം ഒരു ലോക്കിട്ട റൂമിൽ അകപ്പെട്ട അവസ്ഥ. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ ഹെൽപ്ലെസ് ആയിട്ടാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് എവിടുന്നോ ഒരു സാഹസികത നിങ്ങളുടെ ഉള്ളിൽ വരികയും നിങ്ങൾ ആ ലോക്കൊക്കെ പൊട്ടിച്ച് പുറത്ത് വരികയും ചെയ്യുന്നതായിട്ട്, അപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ദൈവം ഒട്ടും തന്നെ നിങ്ങളെ സ്റ്റക്കാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സമയം ചെറിയ ഹെൽപ്പ് പോലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം കൊണ്ടുവരും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഹെൽപ്പ് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, പക്ഷേ വളരെ നല്ല ഒരു അവസരമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ ബാലൻസ് വരുന്നതാണ്. അതായത് നിങ്ങളുടെ കർത്തവ്യം എന്താണോ അത്, നിങ്ങളുടെ സന്തോഷം അത് എന്താണോ അത് രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസായി കൊണ്ടുപോകുന്നതാണ്. മുന്നേക്ക് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ കർത്തവ്യത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. ഇനി നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കും. ഇവിടെ നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യം എന്താണോ അത് നല്ല രീതിയിൽ ചെയ്യാനറിയാം. നിങ്ങളുടെ ലൈഫിൽ നല്ല എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ വീണ്ടും ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നു. കാരണം നിങ്ങൾ നല്ല രീതിയിൽ കർത്തവ്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് ഈശോനറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥമായിട്ട് ചിന്തിക്കത്തില്ല. നിങ്ങളുടെ കൂടെയുള്ളവരുടെ സന്തോഷത്തിനും കൂടെ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നു. എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു ദിവസമില്ല, ആ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നതാണ്. 1 തൊട്ട് 11 പിന്നെ 28. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് പരിവർത്തനം വരുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ്, സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള പരിവർത്തനമായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും സ്റ്റെബിലിറ്റിയോടുകൂടിയായിരിക്കും ലഭിക്കുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തടസ്സം സൃഷ്ടിക്കാൻ വന്നാൽ ദൈവം ആദ്യമേ അവരെ സൈഡിലാക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഇവിടെ ദൈവം പറയുന്നത് ഒരു ടെൻഷനും വേണ്ട, നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. ഇനി നിങ്ങളുടെ സമയം വളരെ പെട്ടെന്ന് പോകുന്നതാണ്. നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവം ഇതെന്താ സമയം പെട്ടെന്ന് പോകണല്ലോ എന്ന്. മുമ്പൊക്കെ സമയം ഒരു വിധത്തിൽ പോകത്തില്ലായിരുന്നു, പക്ഷെ ഇനി അങ്ങോട്ട് സമയം പെട്ടെന്ന് പോകുന്നതാണ്. നിങ്ങൾ കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ വർക്കിലും നിങ്ങൾ ബിസി ആയിട്ടിരിക്കും.
നല്ല രീതിയിൽ ഉറക്കവും നിങ്ങൾക്ക് വരും. സമയം എങ്ങനെ പോയെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കത്തില്ല. ആ രീതിയിലായിരിക്കും സമയം പോകുന്നത്. ഈ ഒരു മെസ്സേജ് കുറേ പ്രാവശ്യം റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതായത് രാവിലെ എണീച്ച് എപ്പോൾ രാത്രിയാണെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ബിസി ആയിട്ട് ആകും നിങ്ങൾ. അതായത് നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷത്തിൻ്റെ ഗ്ലോ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ തുടക്കം ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡേ ബൈ ഡേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതോ ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നേരിട്ട്. മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെ ആ ഒരു എനർജി നല്ല രീതിയിൽ ബാലൻസ് ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ്. മനസ്സും ഹൃദയവും ബാലൻസ് ആകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ് എന്ന്. ഇനി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡ് വളരെ ഷാർപ്പായിട്ട് പോകും. ഒരു സാഹചര്യത്തിലും നിങ്ങൾ സ്റ്റക്കാവുകയില്ല. ഇനി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളെപ്പോഴും ഇനി ആഗ്രഹിക്കുന്നത് ഒരു രീതിയിലും എൻ്റെ വർക്ക് സ്റ്റക്കാവാൻ പാടില്ല, എല്ലാ രീതിയിലും ഒരു സന്തോഷം എനിക്ക് ലഭിക്കണം, എൻ്റെയും എൻ്റെ കൂടെ ഉള്ളവരുടെയും ഓരോ ചെറിയ വിഷയം എനിക്ക് പൂർത്തിയാക്കി കൊടുക്കണം, അങ്ങനെ തോന്നലും നിങ്ങൾക്കുണ്ടാകും. പതുക്കെ പതുക്കെ സമയം പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ നിങ്ങളുടെ കൺട്രോളിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു ദിവ്യ ഊർജ്ജം എൻ്റെ കൂടെയുണ്ട്, ആ ഒരു ദിവ്യ ഊർജ്ജം എല്ലാ മോശ സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന്. ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് മോശം വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു ദിവ്യ ഊർജ്ജം അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ എന്തെങ്കിലും സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് വളരെ അടുത്തായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ എന്തോ ആഗ്രഹം പൂർത്തിയായി എന്നുള്ള രീതിയിൽ ഉള്ള സന്തോഷ വാർത്ത. ചിലപ്പോൾ ഒരു കോളോ മെസ്സേജോ ആയിരിക്കും അത് വരുന്നത്. ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നല്ല രീതിയിൽ സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹീലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടമായി, അതിൻ്റെ ആ ഒരു ഭയം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഇനി ഒരിക്കലും ഒന്നും നഷ്ടമാവത്തില്ല എന്നാണ് ഏഞ്ചൽസോ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മി ദേവിയുടെ ആഗമനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുള്ള സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഏതെങ്കിലും രീതിയിൽ ദൈവം അതിനുള്ള സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കും. ഇനി ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നഷ്ടമായത്, എന്താണോ അനുഭവിക്കേണ്ടത് അത് അനുഭവിച്ച് കഴിഞ്ഞു. എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായോ അതെല്ലാം കഴിഞ്ഞു. മുന്നേ നിങ്ങൾക്ക് എന്തുമാത്രം ചിത്രശലഭത്തിനെ കാണാമായിരുന്നു, ഇപ്പോൾ ചിത്രശലഭത്തിനെ അങ്ങനെ കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും കാണുന്നില്ലായിരിക്കാം, വളരെ ചുരുക്കമായിരിക്കും കാണുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ ചിത്രശലഭത്തിനെ കാണുന്നതും നമ്മൾ കുറയും. ഇവിടെ ഓറഞ്ച് ബ്ലാക്ക്, ബ്ലൂ ബ്ലാക്ക് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം. ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഗ്രീന്, യെല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ബ്ലൂ ആർ ബ്ലാക്ക്, ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലാക്ക്, ക്രോയുടെ എനർജി ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലെ ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. കൂടുതലായിട്ടും യെല്ലോ, ലൈറ്റ് ഗ്രീൻ ഇതാണ് മുന്നേ നിങ്ങൾ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു ബട്ടർഫ്ലൈ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കത്തില്ല. ആ ഒരു ചിത്രശലഭങ്ങൾ ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ അനുഭവിച്ച മോശ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തില്ല. ഇനി കുറച്ചൊന്ന് നിങ്ങൾ വിഷമിക്കാതെ വരാൻ പോകുന്ന ആ ഒരു നല്ല മാറ്റത്തെ സന്തോഷത്തോടെ ലൈഫിൽ സ്വീകരിക്കൂ. നിങ്ങൾ വളരെ മോശ സമയം നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു. ഇനി വളരെ നല്ല സമയമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ആത്മാവും നല്ല ബാലൻസിലായിരിക്കും ഉണ്ടാവുക. ഹൃദയവും മനസ്സും ബാലൻസ് ആയാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ജീവിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ 7 ഹോഴ്സിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് വീഡിയോ ത്രൂ, ഇമേജ് ത്രൂ കാണുന്നെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു ശുഭത വരാൻ പോവുകയാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂര്യഭഗവാന്റെ ആ ഒരു എനർജിയും കൂടെയാണ് 7 ഹോഴ്സ്.
ഇത്രയും വർഷം നടക്കാത്ത കാര്യം പോലും ഈ ഒരു വർഷം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഫേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഗവൺമെൻറ് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. മാതൃത്വത്തിൻ്റെ ആ ഒരു സന്തോഷം ലഭിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അത് ലഭിക്കുന്നതായിരിക്കാം. ഇത് കുറേ നാളുകൾക്ക് ശേഷം ചിരിച്ച ആ ഒരു മുഖം നിങ്ങളുടെ മുഖത്ത് കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് ആ ഒരു ചിരിച്ച മുഖം കുറേ നാളിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്നത്. ഇനി പിറകിലോട്ട് നിങ്ങൾക്ക് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ആ രീതിയിലൊരു നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. ഇതുകൂടാതെ ഫൊർഗീവ്നെസ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കണ്ടത്. നിങ്ങൾക്ക് ഇനി ഒരു വിഷമവും വേണ്ട. നല്ലൊരു ഗോൾഡൻ ടൈമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.